അമിതമായിട്ട് ഹെയർ ഫോൾ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു 5 ബ്ലഡ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് CBC. ഇതിലൂടെ നമുക്ക് നമ്മുടെ ബ്ലഡിലുള്ള HBയുടെ ലെവലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. HBയുടെ അളവ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ അനീമിക് ആണെങ്കിൽ നമുക്ക് നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ടെസ്റ്റാണ് ഫെറിറ്റിൻ. നമ്മുടെ ബ്ലഡിലുള്ള അയൺ സ്റ്റോറേജ് കാണിക്കുന്ന ടെസ്റ്റാണിത്. ഇത് കുറവാണെങ്കിലും നമ്മുടെ ഹെയർ ഫോളിക്കിളിലേക്കൊക്കെയുള്ള ഓക്സിജൻ്റെ സപ്ലൈ കുറയാനും അതുമൂലം നമ്മുടെ ഹെയർ വീക്കായിട്ട് നല്ലപോലെ ഫോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ ടെസ്റ്റാണ് കാൽഷ്യം. നമ്മുടെ ഹെയറിനൊക്കെ നല്ല സ്ട്രെങ്ത്ത് നൽകുന്നത് അല്ലെങ്കിൽ സ്ട്രോങ് ആക്കി നിർത്തുന്നതൊക്കെ കാൽഷ്യമാണ്. അതുകൊണ്ട് കാൽഷ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അടുത്ത ടെസ്റ്റാണ് വിറ്റമിൻ ഡിയുടെ ടെസ്റ്റ്. വിറ്റമിൻ ഡി നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുമൂലം വിറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിലും നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ടെസ്റ്റാണ് വിറ്റമിൻ B12ൻ്റെ ടെസ്റ്റ്. വിറ്റമിൻ B12 നമ്മുടെ ഹെയർ ഫോളിക്കിലേക്കുള്ള ഓക്സിജൻ സപ്ലൈക്ക് അതുപോലെ തന്നെ ന്യൂട്രിയൻ സപ്ലൈക്ക് ഇതിനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നോക്കേണ്ടത് PCOD പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഹോർമോണൽ അസേ എന്ന ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിൽ എന്താണ് നമ്മുടെ ഹെയർ ഫോളിൻ്റെ മൂല കാരണം എന്ന് കണ്ടെത്തിയിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് ഹെയർ ഫോളിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും.